ചുമ്മാ വീട്ടിൽ നിന്ന് ഫോൺ നോക്കി തിന്നോണ്ടിരിക്കുമ്പോഴാണ് ആരോ രണ്ടുപേര് വീട്ടുമുറ്റെന്ന് വിളിക്കുന്നത്. ഇതാരാണാവോ? മിന്നു എഴുന്നേറ്റുകൊണ്ട് പതിയെ പൂമുഖത്തേക്ക് ഒളിഞ്ഞു നോക്കി. ആദ്യം കണ്ണുടക്കിയത് ആ നീണ്ടു നിവർന്ന കൂട്ടുപുരികത്തിലേക്കാണ്. അയ്യോ, എന്നെ കണ്ടാണോ? അവൾ ഓർത്തുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി അമ്മയെ വിളിച്ചു. അമ്മേ, ദേ ചേട്ടൻ, വാ കയറിയിരിക്കേ. മിന്നു, ഇങ്ങ് വന്നേ. അമ്മ വിളിച്ചതും അവൾ തലയിൽ കൈ കൊടുത്തു. ഇതെന്തിനാ എന്നെ വിളിക്കുന്നേ? അവൾ ഓർത്തുകൊണ്ട് നാണം മറച്ചു വെച്ച് അവിടേക്ക് വന്നു. ഇങ്ങ് വാ പെണ്ണേ, നിന്നെ പെണ്ണാണാ വന്നേക്കൊന്നല്ല. അമ്മയുടെ വക കൗണ്ടർ കേട്ടതും വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. അവര് പോട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. മിന്നു ഓർത്തു. ഇവിടെ ഇങ്ങനെ ആ മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാനുള്ള ധൈര്യം ഇല്ലാത്ത പോലെ. ഹേമക്കൊക്കെ സുഖമല്ലേ? ഹേമയോ? ഏത് ഹേമ? കേട്ട് നല്ല പരിചയമുള്ള പേര്. ഇനി ആ ഹേമ മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ? കൂടെയുള്ള അങ്കിള് ചോദിച്ചു. അവളും ചിരിച്ചു. സ്വന്തക്കാരാണെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ അമ്മ കൊല്ലും. അവൾ ഓർത്തുകൊണ്ട് ഒന്നുകൂടെ ചിരിച്ചു. ആ, അറിയാം. എങ്കിൽ പറ, ഞങ്ങൾ ആരാ? ഓപ്ഷൻസ് തന്നിരുന്നുവെങ്കിൽ. അവൾ ആലോചിച്ചു. എന്താണേ പെട്ടു. എൻ്റെ ചമ്മിയ മുഖം അങ്ങേര് കാണല്ലേ? അവൾ ഓർത്തുകൊണ്ട് പതിയെ ഇടം കണ്ടിട്ട് അവനെ നോക്കി. എൻ്റെ ദൈവമേ, ഇത് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കണു. അവളെങ്ങനെ അറിയാനാ? പിള്ളേർ അതിന് സ്വന്തക്കാരെ കണ്ടിട്ടുണ്ടോ? അവിടേക്ക് ചായയും പലഹാരമായിട്ട് വന്നുകൊണ്ട് മിനി പറഞ്ഞു. നമ്മുടെ അച്ഛമ്മയുടെ അനിയത്തിയില്ലേ, വിലാസിനി കൊച്ചമ്മ, കൊച്ചമ്മയുടെ മോളുടെ ഭർത്താവ് മോനായത്. അമ്മ പറഞ്ഞതും അവൾ അവർക്ക് നേരെ ചിരിച്ചു കാണിച്ചു. ആ, കൊച്ചപ്പൻ്റെ അമ്മൂമ്മയുടെ. അവൾ പറഞ്ഞു. ചായ കുടിച്ചുകൊണ്ടിരുന്ന ആദ്യം ചിരിച്ചതും അവൻ്റെ തരിപ്പിൽ ചായ കയറി. അവൻ ചിരിച്ചുകൊണ്ട് പതിയെ തലയിൽ കൊട്ടി. അല്ല, ഞാൻ പറ. അവൾ ചമ്മലോടെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചതും മൂന്നുപേരും ചിരിച്ചു പോയിരുന്നു. എന്താ മോളുടെ പേര്? മിത്ര. എന്താ ചെയ്യുന്നേ? ഡിഗ്രി കഴിഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്നു. എടി മിന്നു, ക്രിക്കറ്റ് കളിക്കാൻ പാടി. ഇത് ഏതാ ഈ കുരിപ്പ്? അയ്യോ, അപ്പു മാറ്റിച്ചു. അവൾ ഓർത്തുകൊണ്ട് വേഗം പൂമുഖത്തേക്ക് ഓടി. പോടാ, ഞാൻ പിന്നെ വരാം. അവൾ പതിയെ പറഞ്ഞതും 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. എടാ മിന്നുവിനെ പെണ്ണിടാവുന്നേക്കുവാടാ. അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയതും അവൾ തലയിൽ കൈവച്ച് പോയി. ഇതേ സമയം അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ തന്നെ നോക്കിയായിരുന്നു. വീട് മൊത്തം പണം വരച്ചുകൊണ്ട് നിറച്ചേക്കുന്നു. ഇത് മൊത്തം അവളുടെ പരിപാടിയാണെന്ന് അവന് ഊഹിക്കായിരുന്നു. മോൻ എന്ത് ചെയ്യാ? അമ്മയുടെ ചോദ്യം കേട്ടതും അവൻ അവരെ നോക്കി. ഞാൻ എഞ്ചിനീയറാ. അവൻ പറഞ്ഞതും അവൾ കള്ളത്തരത്തോടെ അവനെ നോക്കിക്കൊണ്ട് വേഗം അകത്തേക്ക് കയറി. അപ്പൊ ശരി, വരുന്ന ഞായർ കല്യാണമാണ്, മറക്കാതെ വരണം. അനിലിനോട് പറഞ്ഞേക്കണേ. നീണ്ട നേരത്തെ സംസാരത്തിന് ശേഷം അവർ പുറത്തിറങ്ങി. അങ്കിള് പറഞ്ഞു. മുറിയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവൾ ഉറക്കെ ചോദിച്ചു. എനിക്ക് മൂത്തൊരാളുണ്ട്, അവൻ്റെ വിവാഹം, വരണം. അവൻ പറഞ്ഞതും അവൾ ബ്ലഷ് അടിച്ചുകൊണ്ട് നിന്നുപോയി. അവർ പോയതും അവൾക്ക് സങ്കടം തോന്നിയിരുന്നു. അവൾ വേഗം ഇറയത്തേക്ക് ചെന്നതും അവൻ വന്ന് മുന്നിൽ നിന്ന് ഒന്നിച്ചായിരുന്നു. ഒരു നിമിഷം അവിടെ നെഞ്ചിരിപ്പ് ഉയർന്നു. ആ കൂട്ടുപിരികത്തിൽ അവൾ ലോക്കായി പോയി. ഹെൽമെറ്റ് മറന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ 2 കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പോയതും മുഖമാകെ നാണം കൊണ്ട് ചൂട് പിടിച്ചിരുന്നു ആ പെണ്ണിന്. അമ്മേ, കല്യാണത്തിന് തലേ ദിവസം പോകണ്ടേ നമുക്ക്? അവൾ ചോദിച്ചു. തലേന്ന് പോവാനുള്ള ബന്ധമൊന്നുമില്ല പെണ്ണെ. ചേച്ചീനൊക്കെ വിളിച്ചാണ്. അവരെപ്പോഴാ പോവാൻ നോക്കട്ടെ, അവരുടെ ഒപ്പം പോവാം. അച്ഛൻ വൈകിട്ട് വരട്ടെ, എന്നിട്ട് വേണം പോണോ പോണ്ടയോ തീരുമാനിക്കാൻ. അമ്മ പറഞ്ഞു. അവൾ ചുണ്ടൂർപ്പിച്ചു. നിങ്ങൾ പോകുന്നില്ലെങ്കിൽ പോരണ്ട, ഞാൻ പോവും. അവൾ പതിയെ പറഞ്ഞുകൊണ്ട് ചിരിയോടെ റൂമിലേക്ക് ഓടി. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി. ഇന്നാണ് കല്യാണ നാൾ. അവനെക്കുറിച്ച് ആലോചിക്കാത്ത നിമിഷങ്ങൾ അവളിലില്ല. ആ സ്വരം അതിപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. ആ നോട്ടം, ആ പുരികം. അവൾ ഓർത്തുകൊണ്ട് കുളിക്കാൻ കയറി. കാലത്തെ കുളിച്ചൊരുങ്ങി സുന്ദരിയായി അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ബസ്സിൽ കയറി പോകുമ്പോൾ മനസ്സ് നിറയെ വല്ലാത്ത സന്തോഷമാണ്. എന്നും കല്യാണത്തിന് പോകുന്ന ഫുഡ് അടിക്കാനാണെങ്കിൽ ഇപ്രാവശ്യം പോകുന്ന തൻ്റെ ചെക്കനെ കാണാനാണ്. അമ്മയുടെ മടിയിലൂടെ നിറങ്ങി സൈഡ് സീറ്റിൽ ഇരുന്നപ്പോൾ സാരി കളയുമെന്നും അമ്മ ഒച്ചയെടുത്തെങ്കിലും അതൊന്നും അവളെ ബാധിച്ചിരുന്നില്ല. സൈഡ് സീറ്റിലിരുന്നുകൊണ്ട് കാഴ്ചകളും കണ്ട് തണുത്ത കാറ്റ് വരുമ്പോൾ ഷാളിട്ട് പുതച്ച് പാട്ട് കേട്ട് അവൾ ചിരിയോടെ ഇരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനേക്കാൾ പ്രിയപ്പെട്ടതാണ് തനിക്ക് ഈ കല്യാണ നാൾ. ബസ്സിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് കല്യാണ വീട്ടിലെത്തിയപ്പോൾ മനസ്സ് മുഴുവൻ അവൻ്റെ മുഖമാണ്. കണ്ണുകൾ എല്ലായിടത്തും തെരഞ്ഞുകൊണ്ടിരുന്നു. ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ മിണ്ടുന്നുണ്ടെങ്കിലും കണ്ണുകൾ അപ്പോഴും തിരയുകയായിരുന്നു. ചെക്കൻ പെണ്ണിനെയും കൂട്ടി വരുമ്പോഴേക്കും ഉച്ചയാവും, ഫുഡ് കഴിക്കുന്നവർ കഴിച്ചോളൂ ട്ടാ. മുതിർന്ന പൗരന്മാർ വിളിച്ചു പറഞ്ഞു. ദേ, അമ്മ എന്നെയും കൂട്ടി വലിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് വേണ്ട. അവൾ ഫുഡ് കഴിക്കായിരുന്നോണ്ട് ചിണുങ്ങി പറഞ്ഞതും അമ്മ അവളുടെ കയ്യിൽ നുള്ളി. ചോറിടട്ടെ? പെട്ടെന്നുള്ള സ്വരം കേട്ടത് അവൾ നെഞ്ചിരിപ്പോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അവൻ തനിക്ക് നേരെ ചിരിച്ചു കാണിച്ചതും ഉയർന്ന നെഞ്ചിരിപ്പ് താഴ്ത്താൻ പാടുപിടുകയായിരുന്നവൾ
അവൾ നാണത്തോടെ ഓരോ വറ്റും കഴിക്കാൻ തുടങ്ങിയതും മിനി അവളെ നോക്കി. നല്ല രുചി, കഴിക്ക്. പച്ചച്ചോറിനോ? അമ്മ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു. കാത്തിരുന്ന ചെക്കൻ വിളമ്പി തന്നല്ലേ, കയ്പിന് വരെ മധുരായിരിക്കും. അവസാനം പായസവും പപ്പടം കൂടി കഴിക്കുമ്പോൾ അമ്മയുടെ വക ഒരു നോട്ടം. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഇവിടെ വരെ വന്നല്ലേ, അതാ. മറുപടി എന്നോണം അമ്മയൊന്ന് മൂളി. പായസം കൂടി കഴിക്കുമ്പോഴാണ് തന്റെ മുമ്പിൽ വെള്ളവുമായി നിൽക്കുന്ന ചെക്കനെ കാണുന്നത്. അയ്യേ, കയ്യിൽ പായസമൊക്കെ കുഴച്ചതാണ്. പൊതുവെ പായസം കണ്ട താൻ പരിസരം മറക്കും. ഇന്ന് ആദ്യമായിട്ടാണ് കയ്യിലൂടെയൊക്കെ പായസം ഇരിക്കുന്നുണ്ട് ജാളിത തോന്നുന്നത്. വെള്ളം വേണോ? അവന്റെ ചോദ്യം ഉയർന്നു. വേണ്ട, ആവശ്യത്തിന് കുടിക്കുക, അവൾ പറഞ്ഞതും അവനൊരു ചിരിയോടെ നിന്നു. കഴിച്ചോ, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവർ എനിക്കിഷ്ടമാണ്, അവൻ പറഞ്ഞതും അവൾ വായും പൊളിച്ച് നിന്നുപോയി. മുഖമാകെ നാണം കൊണ്ട് വിരിഞ്ഞു. കല്യാണ പെണ്ണിനില്ലാത്ത ടെൻഷനും നാണമുള്ള ഭഗവാനെ തനിക്ക്. നിലവിളക്കുമായി കല്യാണപ്പെണ്ണ് വീട്ടിലേക്കായിരുന്നു നോക്കിയിരുന്നപ്പോൾ അറിയാതെ അവൾ ഓർത്തുപോയി. ഒരു നാളും തനിക്ക് ഈ വീട്ടിലേക്ക് കയറാനുള്ള ഭാഗ്യമുണ്ടാവാൻ. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ നോക്കിയത് ആ കൂട്ടുപിരികക്കാരൻ്റെ കണ്ണിലേക്കാണ്. തൻ്റെ സെയിം കളർ ഷർട്ടും വെള്ളമുണ്ടും ആ കൂട്ടുപിരികത്തിൻ്റെ മുകളിലെ കുറിയും വിയർത്തു കുളിച്ചാണ് നിൽപ്പ്. ആദി, ഒരു പെണ്ണവനെ വിളിക്കുന്ന കേട്ടതും മിന്നോടേക്ക് നോക്കി. ഈശ്വര, ഇതാരാ? അവൾ ഓർത്തു. പെണ്ണിന്റെ അനിയത്തിയാത്. ആരോ പറയുന്ന കേട്ടതും അവളുടെ ഉള്ളിലും നെഞ്ചിലും ആദിയായി. അവരെ തന്നെ നോക്കുന്നവൻ കണ്ടിട്ടാണ് അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കിയത്. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഏതോ ചെറുക്കം വന്നുകൊണ്ട് അവളോട് പറഞ്ഞു. അവൾ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. എന്താ? കമ്മിറ്റഡ് ആണോ? അല്ല, അവൾ പറഞ്ഞോട് തിരിഞ്ഞു തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന ആദിയിലേക്കാണ്. ഇതെന്നെ നമ്പര്, എനിക്ക് തന്നെ ഇഷ്ടമായി. തനിക്കെന്നെ ഇഷ്ടമാണെങ്കിൽ. അയാൾ പറഞ്ഞുകൊണ്ട് നമ്പർ തന്നിട്ട് പോയതും അവൾ കിളി പറന്ന് നിന്നു. നിമിഷ നേരം കൊണ്ടാണ് നമ്പർ മേടിച്ച് കീറിക്കളഞ്ഞുകൊണ്ട് ആദ്യം അതിലൂടെ പോയത്. അവൾ ചുറ്റും നോക്കി. ആരെങ്കിലും കണ്ടോ എന്തോ? എല്ലാ അമ്മമാരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളിൽ എടുപ്പാത്തതിൽ അടക്കി വെച്ച് കണ്ടിട്ടാണെങ്കിൽ അവൾക്ക് സഹിക്കുന്നുമില്ല. ആരും കാണാതെ അവൾ വേഗത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തിന്നാൻ തുടങ്ങിയതും അത് കണ്ട് ചിരിച്ചുകൊണ്ട് ആദ്യം അവിടെ നിന്നു. കല്യാണപ്രായമായല്ലോ, എന്താണില്ലേ, വല്ല ആലോചന വന്നിട്ടുണ്ടോ? മൂത്തൊരു പൗരൻ ചോദ്യമുയർത്തിയതും അവളുടെ അച്ഛനൊന്ന് ചിരിച്ചു. അവള് നല്ല കുട്ടിയല്ലേ, പിന്നെ നല്ല ആലോചന വരികയാണെങ്കിൽ കെട്ടിക്കാം. അച്ഛൻ പറഞ്ഞവും ചങ്കിൽ ആണി കുത്തിയ പോലെ അവൾ ഇരുന്നു പോയി. അവൾ വേഗം അവളുടെ അച്ഛനെ നുള്ളിയതും അയാളൊന്ന് ചിരിച്ചു. എൻ്റെ മോൾക്ക് എന്ന് കല്യാണം വേണം തോന്നുന്നു അന്നേ ഞങ്ങൾ അവളെ കെട്ടിക്കുന്നുള്ളൂ. അനിൽ പറഞ്ഞതും അവൾ 32 കൊല്ലം കാണിച്ചുകൊണ്ട് ചിരിച്ചു. അനിലേ, ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ആദിയുടെ അച്ഛൻ അവർക്കിടയിലേക്ക് വന്ന് അവിടെ ഇരുന്നു. മൂത്ത മകൻ്റെ കല്യാണ നാളിൽ തന്നെ ഞാൻ ഇളയ മകൻ്റെ കാര്യം കൂടി പറയുക. എന്താ ചേട്ടാ? നിങ്ങളുടെ മിന്നുമോളെ ഞങ്ങൾക്ക് തരുമോ, എൻ്റെ ഇളയ മോന്? ശശിധരൻ ചോദിച്ചതും അനിൽ മിനിയെ നോക്കി. അവൾ ചിരിയോടെ സമ്മതം എന്ന് കാണിച്ചതും അയാളും ചിരിച്ചു. മോളുടെ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്കും. അവൾക്ക് എങ്ങനെയാണോ അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കും. അവൾക്ക് സമ്മതം കേട്ടാ, മിനി പറഞ്ഞതും അനിൽ അവളെ നോക്കി. അന്ന് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ തൊട്ട് പെണ്ണിന്റെ മനസ്സിൽ കയറിയത് അവൻ. എന്നോട് എപ്പോഴും വന്ന് ചോദിക്കും. അങ്ങനെ ഞാനാ പറഞ്ഞേ ആദി എന്നാണ് പേരെന്നൊക്കെ. പിന്നെ ഉറക്കത്തിൽ വിളിച്ചു പറയുന്ന കേൾക്കാം ആദിയെന്ന്. മിനി പറഞ്ഞുകൊണ്ട് ചിരിച്ചതും ആ ചിരി അവരിലേക്കും തിരിഞ്ഞു. അന്ന് വന്നപ്പോൾ തന്നെ മോനി എന്നോട് ഇത് പറഞ്ഞു. മിന്നു എന്ന കുറുമ്പത്തിയുടെ കാര്യം ഹേമ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. മക്കൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്കങ്ങ് നടത്താം. അവർ പറയുന്നെല്ലാം കേട്ടതും ആദി ചിരിയോടെ അവൻ്റെ റൂമിലേക്ക് പോയി. ഇതേ സമയം ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി പാട്ടും പാടി മിന്നു വന്നു തൻ്റെ മുമ്പിൽ ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ടൊന്ന് ഞെട്ടി. അത് ഞാൻ പെട്ടെന്ന് ടോയ്ലറ്റ്, ഈ റൂം. അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ജപജപ അടിച്ചതും അവൻ വിശ്വസിക്കാനാവാതെ അവളെ തന്നെ ചിരിയോടെ നോക്കി നിന്നു. വാതിൽ കുറ്റിയിട്ട കൂടെ കണ്ടതും അവളുടെ കൈയും കാലും വറക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ പോട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് ചമ്മലോടെ പോവാനാഞ്ഞു. പോയിട്ട് വേഗം വരാന്ന് പറ, അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. അവൾ എന്തെന്ന രീതിയിൽ അവനെ നോക്കി. തന്നെ തൊട്ടുമുമ്പിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ പകപ്പോടെ അവനെ നോക്കി. ഇനിയത് നമ്മുടെ റൂമാ, നീ എൻ്റെ പാതിയാകാൻ പോകുന്ന ആളും. നമ്മൾ രണ്ടുപേരുടെയും വിവാഹം തീരുമാനിച്ചു, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തണുത്ത കയ്യിൽ പിടിച്ചതും അവളിൽ ഇടിമിന്നൽ പടർന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. നിന്റെ ഈ ഉണ്ട കണ്ണുണ്ടല്ലോ, എന്നെ വല്ലാതെ വീഴ്ത്തിക്കളഞ്ഞു. അവൻ പറഞ്ഞതും അവളിൽ നാണം നിറഞ്ഞു. എനിക്കിഷ്ടം ഈ കൂട്ടുപുരികക്കാരനെ, ഞാൻ തൊട്ടോട്ടെ, അവൾ ചോദിച്ചും അവൻ ചിരിയോടെ മൂളി. അവൾ പതിയാതിൽ തൊട്ടുകൊണ്ട് ആ നെറ്റിയിൽ മുത്തിയതും ഇരുവരും പരവേശത്തിൽ കുളിച്ചിരുന്നു. നാണത്തോടെ അടന്നു മാറിക്കൊണ്ട് അവൾ പോയതും ഒരു ഞെട്ടലോടെ അവൻ അവളെ നോക്കി. ശരവേഗത്തിൽ അവൾ ഇറുകിയപ്പെടുന്നുകൊണ്ട് അവളുടെ ഉണ്ടക്കവളുകളിൽ അവൻ പതിയെ കടിച്ചു. എന്നും വേണം എനിക്ക് ഈ പെണ്ണിനെ, എൻ്റെ പ്രാണനിൽ അലിഞ്ഞുകൊണ്ട് എൻ്റെ പാതിയായി.
അവൻ കാതുകളിൽ പറഞ്ഞതും അവൾ ചിരിയോടെ വാതിൽ തുറന്ന് അവിടെ നിന്നും പോയി. ഒരിക്കലും മറക്കാനാവാത്ത നിമിഷം നിറവേറിയ ആ കല്യാണ നാൾ കടന്നുപോയി. തന്റെ പാതിയായി മാറുന്ന നിമിഷത്തിന് വേണ്ടി ഇരുവരും ആ മഹത്തായ അവരുടെ കല്യാണ നാളിന് വേണ്ടി കാത്തിരുന്നു.